കേരളം കടക്കിണിയിലാണോ? ഒരു തകർച്ചയുടെ വക്കിലാണോ കേരളം? ശരിയായ കണക്കുകൾ വെച്ച് നമുക്ക് പരിശോധിക്കാം. നാടിനെ ശരിയായി ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളാകട്ടെ നമ്മുടെ ചർച്ചകൾ. റിപ്പോർട്ട്സ് ഓൺ കേരളയിലേക്ക് സ്വാഗതം. ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത അളക്കുന്നത് കടത്തിന്റെ തുക നോക്കിയല്ല, മറിച്ച് ആഭ്യന്തര ഉൽപാദനവുമായി താരതമ്യം ചെയ്തുള്ള അതിന്റെ ശതമാനം നോക്കിയാണ്. കോവിഡ് കാലത്ത് 39.9% ഈ അനുപാതം 2024 മുതൽ 25 വരെയുള്ള വർഷങ്ങളിൽ 34.2%-ലേക്ക് അത് കുറഞ്ഞു. 2025 മുതൽ 26 വരെയുള്ള വർഷങ്ങളിൽ ഇത് 33.8%-ആയി വീണ്ടും കുറയുമെന്നാണ് കണക്കുകൾ പറയുന്നത്. കടം കൂടുന്നതിനേക്കാൾ വേഗത്തിൽ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളരുന്നുണ്ട് എന്നർത്ഥം. ഇതോടൊപ്പം കടം വാങ്ങാതെ തന്നെ കാര്യങ്ങൾ നടത്താനുള്ള സംസ്ഥാനത്തിന്റെ ശേഷി വർദ്ധിക്കുന്നതായി കാണാം. 2020 മുതൽ 2021 വരെയുള്ള വർഷങ്ങളിൽ 47,660 കോടി രൂപയായിരുന്ന നികുതി വരുമാനം 2024 മുതൽ 25 വരെയുള്ള വർഷങ്ങളിൽ 84,884 കോടി രൂപയിലെത്തി. 4 വർഷം കൊണ്ട് ഏകദേശം 78% വർധനവ് വരുമാനത്തിലുണ്ടായി എന്നത് വലിയ മുന്നേറ്റമാണ്. കണക്കുകൾ പ്രകാരം കേരള സംസ്ഥാനം ഒരു സാമ്പത്തിക തകർച്ചയിലോ കടക്കെണിയിലോ അല്ല. അത്തരം പ്രചാരണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ്.